ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പൊ കറിയൊന്നും ഉണ്ടാക്കാതെ ഒരു ഇടിയപ്പം ഉണ്ടാക്കി, അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവുന്ന രീതിയിലാണ്. നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കുക. ഞാൻ ഒരു പഴം എടുക്കുന്നുള്ളൂ, ഒരു വലിയ നേന്ത്രപ്പഴം. നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. അരിപ്പൊടി, ഇടിയപ്പത്തിൽ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്, നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പഴം കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. കുറച്ച് ഉപ്പും ചേർത്തു. കുറേശ്ശെയാണ് നമ്മൾ പഴം ചേർക്കുന്നത് കേട്ടോ, വെള്ളം കൂടി പോകരുത്. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം വേണം. ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കുഴക്കും. കുട്ടികൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കും. സേവനാഴിയിലിട്ട് ഇതുപോലെ വാഴയിലയിൽ പിഴിയുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ മുകളിലിട്ടിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞ് തേങ്ങ ഇട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. 1-2 ലെയറായിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലും കൂടെ പിഴിഞ്ഞൊഴിച്ച് അതും കൂടെ കൂട്ടിയിട്ട് കഴിക്കാനും സൂപ്പറായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നല്ല റെസിപ്പിയാണ്, ഈസിയാണ്.